ഹായ്. അങ്ങനെ നമ്മുടെ ചപ്പും ചവറും ചാനല് എനിക്ക് വീണ്ടും പ്രൊമോഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആരും അറിയാതെ ഒരു മുക്കിലും മൂലയിലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടങ്ങ് എന്തെങ്കിലും പറഞ്ഞങ്ങ് തീരേണ്ട ഒരു ചാനലിനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്ത ചപ്പും ചവറിനോടും നന്ദി. എന്തായാലും 2 വീഡിയോ താങ്കൾ എൻ്റെ എന്തോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായത് ആണെങ്കിലും എനിക്കതിൽ വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ കഴിവിനെ എനിക്കതിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ വീഡിയോയിൽ എൻ്റെ 7 വയസ്സുള്ള ഒരു മകളുടെ വോയിസ് താങ്കൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനൊരു നല്ല പാരൻ്റ് ആണ് എന്നെനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരോട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു അവസരമായിട്ട് ഞാൻ എടുക്കുകയാണ്. അതായത് എൻ്റെ മകൾ ആരോട് എപ്പോൾ എങ്ങനെ എന്ന് പോലും നോക്കാതെ അവളുടെ ഉമ്മയെയാണ് അവളവിടെ തിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കി എൻ്റെ മക്കൾക്ക് പറയേണ്ട സ്ഥലത്ത് അത് അതുപോലെ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന എൻ്റെ പാരന്റിങ് എത്ര ബോൾഡാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് എനിക്ക് അവിടെ കാണിക്കാനുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ഇതിലാണ് മക്കളെ വളർത്തുന്നത് എന്നുള്ളവർക്കൊക്കെ ഒരു പാഠം കൂടിയാണ്. മക്കളുടെ കരച്ചിലും മക്കളുടെ ഇല്ലാത്ത അസുഖങ്ങളും മക്കളുടെ വാശിയും ദേഷ്യവും ഒക്കെ കണ്ടന്റായിട്ട് പൊതുജനങ്ങളെ കാണിച്ച് മാതൃത്വത്തെ പോലും കളങ്കപ്പെടുത്തുന്ന അമ്മമാർക്കൊരു പാഠവും കൂടിയാണത്. പിന്നെ ഞാനൊരു നല്ല മകളായതുകൊണ്ടായിരിക്കാം എൻ്റെ മാതാപിതാക്കളെ പറഞ്ഞപ്പോൾ ഒരു നല്ല ഗർഭപാത്രത്തിലാണ് നീ ജനിച്ചിരുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ഉമ്മയെ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സാധാരണ സ്ത്രീയായിട്ടും ഞാനൊരു സാധാരണ വീട്ടമ്മയായിട്ടും ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും താങ്കൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. എന്തായാലും എൻ്റെ ജീവിതത്തെ വരെ ബാധിക്കുന്ന ആ ഒരു കാര്യം ഞാൻ തെളിയിക്കുമ്പോൾ താങ്കൾ രംഗത്ത് വരണം, താങ്കൾ പൊതുമധ്യത്തിൽ താങ്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കും ഉറച്ചു നിൽക്കാമല്ലോ. അപ്പോൾ താങ്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ ഞാൻ ആ ഒരു കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഞാൻ തെളിയിക്കാം. പിന്നെ താങ്കൾ പറയുന്നത് പോലെ നജിലയുടെ മക്കളുടെ വാപ്പയെ തിരക്കി ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുമില്ല. എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നജിലയുടെ മക്കളുടെ വാപ്പയെ തിരക്കി ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്ത് കണ്ടന്റ് കൊടുക്കണമെന്നറിയാതെ സ്വന്തം ജീവിതം തന്നെ കണ്ടന്റായിട്ട് പുറത്തു കൊണ്ടുവന്നവർ ഓർക്കണമായിരുന്നു ഇത് ഒരു പൊതുസമൂഹമാണെന്നും ഇത് പലരും പല രീതിയിൽ കാണുമെന്നുമുള്ളത്. അപ്പൊ ആ തെറ്റ് അവരുടെ ഭാഗത്താണ്. അതായത് ജീവിതത്തിലെ എല്ലാം തന്നെ ന്യായീകരിച്ചുകൊണ്ട് താൻ എന്തോ വലിയൊരു സാധനമാണ്, താൻ ലോകത്തില്ലാത്തൊരു പെണ്ണും താൻ ലോകത്തില്ലാത്തൊരു ഭാര്യയും താൻ ലോകത്തില്ലാത്തൊരു അമ്മയുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമെന്നും അത് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ളത് ചിന്തിക്കുക. പിന്നെ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്ന ആൾക്കാരും ഇനി എത്ര തന്നെ കിണഞ്ഞു പരിശ്രമിച്ചാലും എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ എന്നുള്ളത് അത് എൻ്റെ സ്വകാര്യ സ്വത്താണ്. അവിടെ ഞാൻ എന്താണോ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ പുറത്തു വരുള്ളൂ. എൻ്റെ ഫാമിലിയിൽ ഞാൻ അടക്കി വെക്കേണ്ട എൻ്റെ രഹസ്യങ്ങൾ അത് രഹസ്യമായി തന്നെ ഇരിക്കും. നിങ്ങൾ ഇനി ഏതൊരു രീതിയിൽ അത് പുറത്തു കൊണ്ടുവരാൻ നോക്കിയാലും ഞാൻ തീരുമാനിക്കണം. അതെപ്പോ എങ്ങനെ ഏത് രീതിയിൽ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതുവരെയും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെ നജിലയുടെ മക്കളുടെ വാപ്പയെ തിരക്കി ഞാൻ പോയത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ വാപ്പയെ തിരക്കി നിങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ വാപ്പയെ ഞാൻ സമ്മാനപ്പൊതിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ഒന്നുമല്ല. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ജനനം, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധി ഘട്ടം ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ പ്രഗ്നൻസിയും കൂടി ആയിരുന്നു. ഞാനത് വളരെ സ്മൂത്തായിട്ട് നേരിട്ടു എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ തലയ്ക്കകത്ത് ആൾവാസമുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ തലയുടെ ഞരമ്പുകൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലാത്ത താങ്കൾക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ തലയുടെ ഞരമ്പിന് പ്രശ്നം വന്ന് ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ഒരാളോട് അത് പറഞ്ഞാൽ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും? അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ചത്.
പിന്നെ നാട്ടുകാരോട് അത് പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയില്ല. ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് താങ്കൾ നടത്തിയ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇനി താങ്കൾ എന്തൊക്കെ ചെയ്താലും അത് എനിക്കൊരു വിഷയമുള്ള ഒരു കാര്യമല്ല. പിന്നെ താങ്കൾ എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് അയച്ച 2 വോയിസുകൾ ഞാൻ കേട്ടു. ഒന്നിൽ ഒരു ഭീഷണിയും മറ്റൊന്നിൽ വളരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന താങ്കളുടെ കഴിവിനെ കുറിച്ച് ഞാൻ മറ്റ് സ്ത്രീകളിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ നടത്തിയ ആ ഒരു വയസ്സായ സ്ത്രീയെ ഇത്തരത്തിൽ താങ്കൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള താങ്കളുടെ മിഥ്യയായ ധാരണയായിരിക്കാം. അത് നടക്കാതായി പോട്ടെ. എന്തായാലും മറ്റൊരു ഭീഷണി അത് എത്തേണ്ടടുത്ത് തന്നെ എത്താനാണ് സാധ്യത. എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നതെല്ലാം തന്നെ എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ സുഹൃത്തുക്കൾ, ഇതൊക്കെയും തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ കയറി താങ്കൾ എന്നെ എന്തോ ചെയ്യാം എന്നുള്ള വ്യാജേന എന്ത് ചെയ്താലും അതൊക്കെയും തന്നെ പിന്നെ ഞാൻ വലിയ ഉമ്മയാണ്, ഭയങ്കര ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈപ്പായിട്ടുള്ള ഒരു ഉമ്മയാണ് എന്ന് വാദിക്കുന്ന ഒരു ഉമ്മയും 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു വലിയ രോഗിയായി ചിത്രീകരിച്ച 2 ഉമ്മമാരുടെ കമന്റുകൾ ഞാൻ കണ്ടു. കമന്റ് ഒന്നൊന്നും പറയാൻ പറ്റൂല. ഒരു മുഖം പോലും ഇല്ലാത്ത ഒരാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് ആ കൊട്ടേഷനിൽ അയാളുടെ വായിൽ തോന്നിയ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് സ്മൈൽ ചെയ്യുന്ന അവരൊന്ന് ആലോചിക്കണം. എൻ്റെ 1 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞിന്റെ ഉപ്പയെ തേടിയാണ് അയാളുടെ യാത്ര. അപ്പോൾ അത് ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണെന്നും കൂടി ഓർക്കണം. അപ്പൊ എത്രത്തോളം ഇത് സമൂഹത്തിൽ പരിഹാസ്യമായിട്ടാണ് തോന്നുന്നതെന്നും അതിന്റെ താഴെ ചെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ 2 പേരും ഇട്ട ആ ഒരു സ്മൈലി നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒന്നാണെന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് തവണ ഞാൻ ആലോചിക്കുകയും ഒരുപാട് തവണ ഇവരുടെ വീഡിയോകൾ മാറി മാറി ഇരുന്ന് കാണുകയും അതിന്റെ ഫലമായി ഞാനൊരു തീരുമാനത്തിലെത്തുകയും അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ എങ്ങനെ എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്കത് പറയാനായിട്ട് സാധിക്കും. എന്തോ വലിയൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഒരു വിഷയം ഇപ്പോൾ ഒരു വലിയ അംഗീകാരം കിട്ടുന്നത് പോലെയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങളൊക്കെയും തന്നെ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാള് പെട്ടെന്ന് പൊതുസമൂഹത്തിൽ നിന്നും കുറെ ദാരിദ്ര്യം പറഞ്ഞ് കഷ്ടപ്പാടുകൾ പറഞ്ഞ് കുറെ പണപ്പിരിവുകൾ നടത്തി അവരൊരു സാമ്പത്തിക മെച്ചത്തിൽ ഏർപ്പെട്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് ഇതൊക്കെ നേടിയത് എന്ന് കാണുമ്പോൾ കഴുക കണ്ണുകളോടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പിന്നാലെ വരും. അതൊന്നും വലിയ കാര്യമല്ല. വലിയ അംഗീകാരവും അതും ഇതുമൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ മറ്റൊരു ചാരിറ്റി പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെ അതെന്തോ വലിയ അംഗീകാരമാണ് എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ മണ്ടന്മാരാണ് എന്ന് മാത്രം വിചാരിക്കരുത്. അതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയ 2 ചാരിറ്റിയും നിയമപരമായി സാധ്യതയുള്ള ഒന്നല്ല. പിന്നെ നമ്മുടെ ഈ ചപ്പും ചവറും എന്ന ചാനൽ നോക്കിയാൽ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് ശരിക്കും ആണുങ്ങളോട് മുട്ടാൻ വേണ്ടിയിട്ട് വലിയ വിഷമമാണ്. എന്നാൽ സ്ത്രീകളോട് ഭയങ്കരമായ രീതിയിൽ മുട്ടാനും അവരെ പേടിപ്പിക്കാനും ഒക്കെ മിടുക്കനായ ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ എന്നെ ഇങ്ങോട്ട് വെറുതെ ഒരാവശ്യവുമില്ലാതെ എന്നെ ഇങ്ങോട്ട് തോണ്ടി എൻ്റെ വായിൽ നിന്നും വാങ്ങാനുള്ളതെല്ലാം വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് 26-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ട്. അതായത് എൻ്റെ നമ്പർ കൈക്കലാക്കാനുള്ള ഇയാളുടെ സമയമാണ് 26-ാം തീയതി. അപ്പോൾ എന്തായാലും താങ്കൾ കൈക്കലാക്കിക്കോളൂ. പക്ഷെ അത് ഞാൻ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ചോയ്സാണ്. പിന്നെ താങ്കൾ നിയമപരമായി അത് നേരിടും എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. വാദിയെയും പ്രതിയെയും നിർത്തിയായിരിക്കും ഒരു കേസ് വരുമ്പോൾ
അത് അന്വേഷണത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് വാദിയെയും പ്രതിയെയും ഒന്നിച്ചു നിർത്തിയിട്ടായിരിക്കും അത് സംസാരിക്കുന്നത്. അപ്പോഴെങ്കിലും എനിക്ക് താങ്കളെ കാണാൻ കഴിയുമല്ലോ. എടോ, ഇപ്പോഴും ഞാൻ പറയുന്നു, സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ ധൈര്യം കാണിക്കാത്ത തന്നെ മറ്റാരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ ഞാൻ ഈ മീഡിയയിൽ വന്നത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് തന്നെ ഞാൻ നിലനിൽക്കാനും തയ്യാറാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് വലിയ പേടിയുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊക്കെയും ഒറ്റയ്ക്ക് ജനിച്ച് ഒറ്റയ്ക്ക് മരിക്കാനുള്ളവരല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത തന്റെ ഭീഷണി എനിക്ക് ഒന്നുമല്ല. താങ്കൾ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചാലും ശരി, എന്റെ എന്തായാലും 2-3 വോയിസ് ഞാൻ താങ്കളുടേത് കേട്ടോ. ഒരു ഭീഷണി, ഒരു മാനിപ്പുലേഷൻ. എന്തായാലും താങ്കളുടെ ഉദ്യമം അത് നടന്നോട്ടെ. പിന്നെ ചില ആൾക്കാർക്കുണ്ട്, എന്തായാലും ഞാൻ നാറി, എന്നാൽ പിന്നെ മറ്റവളും കൂടി ഒന്ന് നാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ ജനനത്തിൽ കയറി പിടിച്ച് എന്റെ ഫാമിലി രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി നിന്നവർക്ക് ഞാനൊരു കാര്യം കൂടി പറയാം, ഞാൻ നിങ്ങളല്ല. ഇനി ഈ വീഡിയോയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പുളിമുളകും പച്ചമുളകും മഞ്ഞമുളകും എന്ത് ആണെന്നൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് ഞാൻ ഈ യൂട്യൂബിൽ വന്ന് ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടർ മനസ്സിലായതാണ്. പക്ഷേ ഇതിൽ ഞാൻ വന്നതിന് ശേഷം നിങ്ങളുടെ പല ആറ്റിറ്റ്യൂഡിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം നന്നായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നന്മമരം ചമഞ്ഞുകൊണ്ട് പുതിയ വല്ല ചാരിറ്റിയും ഒക്കെ നടത്താൻ ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എന്തായാലും ഒരാളിനെ ചാരി നിന്നുകൊണ്ട് വളരാൻ ശ്രമിക്കുന്ന താങ്കളെക്കാൾ മികച്ചത് ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഡയറക്റ്റായിട്ട് ഭീഷണിപ്പെടുത്തുക, അല്ലാതെ എൻ്റെ സുഹൃത്തിന് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഇതിനുള്ള മറുപടി താങ്കൾ കൊടുക്കുമോ, താങ്കൾ കൊടുത്തില്ല എങ്കിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന വീഡിയോ പുറത്തിടും എന്ന് പറയുമ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് അത്ര വലിയ മഹത്തായ സാധനമൊന്നുമല്ല. ആ ഒരു വീഡിയോയിൽ ശരിക്കും താങ്കളുടെ വ്യക്തിത്വം എത്ര നിലപാടില്ലാത്തതാണ് എന്ന് തെളിയുന്നതാണ്. അതിനെതിരെ ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണിയൊന്നും ഇറക്കിക്കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ സമീപിക്കരുത്. താങ്കളുടെ ഒരു ഭാവവും എല്ലാം കണ്ടാൽ എനിക്ക് മനസ്സിലാവും താങ്കൾ ഒരു നന്മ മരം ചമഞ്ഞുകൊണ്ട് എന്നാൽ ഉള്ളിലുള്ള ക്രിമിനാലിറ്റി ഏതെങ്കിലും ഒരു രീതിയിൽ പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ എന്നെ താങ്കൾക്ക് എന്തായാലും പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്താണ്, കൂട്ടുകാരിയെ പോലെ ചാരിറ്റിയിലേക്ക് കാൽ വയ്ക്കാൻ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഇനി എന്ത് തന്നെ ആയാലും എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുമ്പിൽ വരണ്ട. ഓക്കെ, ഞാൻ നിങ്ങളെ ഒന്നും പോലെ ആരുടെയും പിന്നാലെ വന്നതല്ല. ഡയറക്റ്റായിട്ട് നേരിട്ട് എൻ്റെ അഭിപ്രായം ചങ്കുറപ്പോടെ പറയാൻ ധൈര്യം കാണിച്ചു വന്ന ഒരാളാണ്. ഇനി നമ്മുടെ ചപ്പും ചവറും ചാനലിനോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. താങ്കൾ ഒരു ട്രാപ്പ് ഒരുക്കി, ആ ട്രാപ്പിൽ ഞാൻ വീണു. 4-5 ദിവസം എൻ്റെ പിന്നാലെ നടന്നതിൻ്റെ ഫലമായിട്ട് ഒരു ലൈവിൽ കയറി ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കി. നിങ്ങൾ 3 ഐഡികളിൽ കയറി ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കി. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് പേപ്പട്ടി എരച്ചു കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുപോലെ താങ്കൾ എന്നെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. എൻ്റെ കുടുംബാംഗമായ, എൻ്റെ സ്നേഹിതനായ, ഞാൻ പറയുന്ന വാക്കുകളെ വിശ്വസിച്ച് എന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, എനിക്ക് മനസ്സിൽ ഒരു സ്ഥാനം നൽകിയ എൻ്റെ സഹോദരങ്ങൾ താങ്കളെ ആക്രമിച്ചു. അതെടുത്ത് വലിയ കാര്യത്തിൽ എഡിറ്റ് ചെയ്ത് വലിയ ഹൈപ്പുള്ള വോയിസ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ അതൊരു വലിയ കാര്യമൊന്നുമല്ല. ആക്രമിച്ചാൽ തിരിച്ചക്രമിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ കാര്യമാണ്. സ്ത്രീകൾ ഒന്നു ചേരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ലൈവിൽ കയറി ഇത്തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ തന്നെയൊക്കെ എന്താണ് പറയേണ്ടത്? ഈ കൊട്ടേഷനിൽ എത്ര രൂപയാണ് താങ്കൾക്ക് കിട്ടിയത് എന്ന് ഒന്ന് പറയാമോ? അപ്പോൾ പിന്നെ ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ച ആളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു തെറ്റുപറ്റി. നിങ്ങൾ സാമ്പത്തികം കൊടുത്തിട്ടായിരിക്കും ആ ഒരു കൊട്ടേഷൻ അവർക്ക് കൊടുത്തത്. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെയും തന്നെ
ഞാൻ അവർക്ക് കൊടുത്ത ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പേരിൽ നിൽക്കുന്നവരാണ്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നവരെല്ലാം തന്നെ എനിക്ക് പ്രഷ്യസ് ആയിട്ടുള്ളവരാണ്. അത് എൻ്റെ ഭർത്താവായിരുന്നാലും എൻ്റെ മക്കളായിരുന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാലും. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് നിർത്തുകയാണ്. കാരണം പറഞ്ഞത് തന്നെ വീണ്ടും 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 പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കെതിരെ ഒരു ആരോപണം വന്നു, അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ആ ആരോപണം നടത്തിയിരിക്കുന്ന വ്യക്തി പേഴ്സണലായിട്ട് എനിക്ക് യാതൊരുവിധ അറിവും ഇല്ലാത്ത ഒരാളായതുകൊണ്ടും ഒരു അന്യപുരുഷനായതുകൊണ്ടും തന്നെ ഞാൻ ആ വ്യക്തിയെ കണ്ടാൽ മാത്രമേ ആ ഒരു തെളിവ് ഞാൻ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും എനിക്ക് ഈ ഒരു സമൂഹത്തിൽ ആർക്കും തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കാണണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനെ ആർക്കും തന്നെ അറിയണ്ട. എന്നാൽ അറിയേണ്ട ആൾക്കാർക്ക് നേരിട്ട് മാത്രമേ ഞാൻ ഈ ഒരു തെളിവ് കൊടുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. കാരണം സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിൽ ഒരു തർക്കം വരുമ്പോഴാണ് നീ അവനോടൊപ്പം പോയില്ലേ, നീ ഇവനോടൊപ്പം പോയില്ലേ, നീ അവനോടൊപ്പം പോയില്ലേ. ഇനി ഏതവൻ്റെ ഒപ്പം പോയാലും സ്വന്തമായി ഒരു കുടുംബമുണ്ടെങ്കിൽ, സ്വന്തമായി ഒരു ഭർത്താവുണ്ടെങ്കിൽ, ആ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഉള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. എനിക്കും എൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനും അവൻ്റെ ജനനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വലിയ കഷ്ടപ്പാടൊന്നും പെടണ്ട.